സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് സ്വാഗതം. സ്നേഹിതരെ, ഈശോയുടെ പിറവി തിരുനാളിൻ്റെ മംഗള അനുഗ്രഹ ആശംസകൾ. മംഗളവാർത്തയുടെ മഹനീയ മുഹൂർത്തം സമാഗതമായി. മംഗളം മൂർത്തമാകുന്ന സംഭവം, യഥാ സംഭവം തഥാ സന്തോഷം. ഇന്നത്തെ സുവിശേഷത്തിൽ ക്ലേശപൂരിതമായ ദീർഘയാത്രയുടെ അവസാനം ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ജന്മം നൽകുന്ന മനോഹരമായ വിവരണം ലഭിക്കുന്നു. വളരെയധികം വിശദാംശങ്ങളോടുകൂടെയുള്ള സുന്ദര ദൃശ്യം. ആ വിവരണം ജീവന്റെ സത്യത്തെ, നന്മയെ, സൗന്ദര്യത്തെ വെളിപ്പെടുത്തുന്നു. സാധാരണ സാഹചര്യത്തിലും കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന വലിയ സത്യം നമ്മോട് അത്ഭുതകരമായി വിവരിക്കുന്നു. യൗസേപ്പ് പിതാവും പരിശുദ്ധ മാതാവും ബേത്ലഹേമിലായിരിക്കുമ്പോൾ മറിയത്തിനെ പ്രസവിക്കുവാനുള്ള ദിവസങ്ങൾ തികഞ്ഞു. മറിയം തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ച് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ഈശോയുടെ പിറവിയുടെ നേർക്കാഴ്ച. ഇല്ലായ്മകളുടെ നടുവിലും ഈശോയുടെ ജനനം ആകർഷകം. സത്യത്തിന്റെ അദ്ഭുത അനാവരണം. ശിശു ജാതനായി, ശബ്ദം ശരീരമായി, സത്യമായി, മാനവരൂപമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആനന്ദവും ആഹ്ലാദവും ആഘോഷവും സംജാതമായി. ആളുകൾ ദർശനത്തിനായി വരുന്നു, പൈതലിനെ കാണുന്നു, അത്ഭുതപ്പെടുന്നു, ആരാധിക്കുന്നു. നമുക്കും ഉണ്ണീശോയെ ആരാധിക്കാം. തിരുനാളിൻ്റെ മംഗളം പരസ്പരം ആശംസിക്കാം. പിറവി തിരുനാൾ ഉണ്ണിയായ ഈശോയെ കാണാൻ, കേൾക്കാൻ, ആസ്വദിക്കാൻ, ആഘോഷിക്കുവാനുള്ള വലിയ നിയോഗം. ആട്ടിടയരോടുകൂടെ രക്ഷകനായ ഉണ്ണീശോയെ മാതാവായ മറിയത്തോടും യൗസേപ്പ് പിതാവിനോടും കൂടെ കാണാനുള്ള ഭാഗ്യം. നിർമ്മല ഹൃദയർ ഭാഗ്യമുള്ളവർ, അവർ ദൈവത്തെ കാണുമെന്ന ഈശോയുടെ വചനം സാർത്ഥകമാകുന്ന പുണ്യദിനം. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് നിർമ്മലമാക്കാം. എല്ലാവരിലും ഈശോയെ ദർശിക്കാം. ഈശോയുടെ ദർശനമാകാം. ഇന്നത്തെ സുവിശേഷത്തെ ആസ്പദമാക്കി ഈ പുണ്യദിനത്തിൽ പരസ്പര പൂരകങ്ങളായ 3 ചിന്തകളെ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 സത്യം, 2 സാക്ഷ്യം, 3 സന്തോഷം. ഒന്നാമതായി സത്യം. യഥാ സംഭവം തഥാ സത്യം. സത്യത്തിന് അനുകൂലമായ സംഭവം. ഈശോയുടെ ജനനം സത്യമാണ്, സംഭവമാണ്. ആയിരിക്കുന്നത് ഏതോ അത് സത്യം. ദൂതൻ മനുഷ്യരെയും മൃഗങ്ങളെയും പ്രകൃതിയെയും അറിയിച്ച സത്യം. ഭൂമിയിലും സ്വർഗത്തിലും ഉയർന്ന സ്വരം. എവിടെയും എല്ലായിടത്തും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം. ഈശോ എന്ന സുന്ദര സത്യം. ഓരോ ശിശുവും സത്യത്തിൻ്റെ, ദൈവത്തിൻ്റെ പ്രതിഫലനം. ഈശോ സത്യമാകുന്നു. അനാദി മുതൽ ആയിരിക്കുന്നതും അന്ത്യമില്ലാത്തതുമായ ഈശോ സത്യമാകുന്നു. അവിടുന്ന് ആൽഫയും ഒമേഗയും. ഈശോ ദൈവത്തിൻ്റെ, ജീവന്റെ, സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ മൂർത്തരൂപം. മനുഷ്യന്റെ സത്തയുടെ പ്രകാശനം, ദൈവമക്കളുടെ സ്വഭാവം എന്തായിരിക്കണമെന്ന് അവതരിപ്പിക്കുന്ന നിത്യ സത്യം. ചുരുക്കത്തിൽ നമ്മുടെ രൂപവും ഭാവവും സ്വഭാവവും ഈശോയിൽ പ്രത്യക്ഷപ്പെടുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മനുഷ്യന്റെ ആദ്യ രൂപവും ആദർശ രൂപവും ഈശോയിൽ വിളങ്ങുന്നു. ഈശോയെ ദർശിച്ചാൽ നമ്മുടെ തനിമയെ, മഹിമയെ നമുക്ക് ദർശിക്കാനാകും. മനുഷ്യന്റെ ആദ്യാന്തം ഈശോയിൽ അരങ്ങേറി. ഈശോയിലേക്ക് അനുരൂപമാകുമ്പോൾ നമ്മൾ സത്യത്താൽ നിറയും, പ്രകാശിതരാകും, സ്വതന്ത്രരാകും. സഭാപിതാക്കന്മാരുടെ ദർശനം എത്രയോ ആകർഷകം. അവർ പറയുന്നു, ദൈവം മനുഷ്യനായത് മനുഷ്യരെ ദൈവികരാക്കാൻ വേണ്ടിയാണ്. ഈ സവിശേഷ വിചാരം സത്യത്തെ അനാവരണം ചെയ്യുന്നു.
മനുഷ്യാവതാരത്തിൻ്റെ മഹനീയ ഫലം ഇതുതന്നെയാണ്. പിറവി തിരുനാൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈശോ മനുഷ്യനായതുപോലെ മനുഷ്യരെല്ലാം ഈശോയാകുന്ന സത്യത്തിലേക്ക് വളരുക, കുഞ്ഞുങ്ങളെ പോലെ ആയിത്തീരുക. അതുകൊണ്ട് മനുഷ്യന്റെ പൂർണ്ണതയായ പുൽക്കൂട്ടിൽ ജനിച്ച മാനവരൂപം കൊണ്ട് ഈശോയെ കാണുന്നത് വഴി സ്വപ്രകൃതിയെ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കും. സർവസമ്പന്നനായിരിക്കെ സർവ്വതും സ്വമനസ സമർപ്പിച്ച് കാലിത്തൊഴുത്തിൽ പിറന്ന ഈശോയെ കാണുമ്പോൾ നമ്മുടെ തനതായ രൂപഭാവങ്ങൾ അവിടുന്ന് നിഴലിക്കുന്നുണ്ട്. ശൂന്യവൽക്കരണത്തിലൂടെ മഹിമ പ്രാപിക്കുന്നതിൻ്റെ മാർഗമാണ് സ്വാതന്ത്ര്യമാണത്. പിറവിത്തിരുന്നാൾ നമ്മെ ശിശുവായ ഈശോയെയും സാധാരണ ശിശുക്കളെയും കാണാൻ ക്ഷണിക്കുന്നു. കുഞ്ഞുങ്ങളെ കുടുംബങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാനും അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനും കഴിയുമ്പോൾ ദിവ്യാവതാരത്തിൻ്റെ ഫലങ്ങൾ നമ്മിലും വർഷിക്കപ്പെടും. അവരുടെ കരച്ചിലിലും ചിരിയിലും ദിവ്യ സാന്നിധ്യം അനുഭവവേദ്യമാകും. ഭ്രൂണഹത്യ പോലെയുള്ള മരണ സംസ്കാരത്തെ നമ്മുടെ ഇടയിൽ നിന്ന് ഉച്ചാടനം ചെയ്യാൻ പിറവിത്തിരുന്നാൾ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ജീവന്റെ സംസ്കാരത്തെ പടുത്തുയർത്താൻ പിറവിത്തിരുന്നാൾ നമ്മെ മാടി വിളിക്കുന്നു. ഈശോയുടെ പിറവിത്തിരുന്നാളിൽ ദൈവഹിതമനുസരിച്ച് കുടുംബജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ദമ്പതികൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, അപേക്ഷിക്കാം. നമ്മുടെ കുടുംബങ്ങൾ ശിശുക്കളെ കൊണ്ട് ധന്യമാകട്ടെ. തിരുക്കുടുംബങ്ങളാകട്ടെ. കുടുംബങ്ങൾ ശിശുക്കളാൽ അനുഗ്രഹീതമാകട്ടെ. സത്യമായ ദൈവസാന്നിധ്യം വിളിച്ചറിയിക്കാൻ ഇടവരട്ടെ. രണ്ടാമതായി സാക്ഷ്യം. യഥാ സത്യം തഥാ സാക്ഷ്യം. സാക്ഷ്യം സത്യത്തിന് അനുകൂലമായി സംജാതമാകുന്നു. തിരുപ്പിറവിയുടെ തിരുനാൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഉത്സവമാണ്. മാലാഖി അറിയിച്ചതുപോലെ ആട്ടിടയർ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഈശോയെ ദർശിച്ചു. ജ്ഞാനികൾ നക്ഷത്രത്തിന്റെ വെളിച്ചത്തിൽ പുൽക്കൂട്ടിൽ എത്തിച്ചേർന്നു. ആയിരിക്കുന്നതിനെ അംഗീകരിക്കുമ്പോൾ പിറവിയുടെ സത്യത്തെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ആട്ടിടയരും ജ്ഞാനികളും താല്പര്യത്തോടും തീക്ഷ്ണതയോടും കൂടി നടത്തിയ അന്വേഷണം ഈശോയെ കണ്ടെത്താനും അതിൽ ആനന്ദിക്കാനും തൽഫലമായി ലോകത്തെ അറിയിക്കാനും അവരെ സഹായിച്ചു. ആയിരിക്കുന്ന സത്യത്തെ ആശ്ലേഷിക്കാനും അനുഭവിച്ച സത്യത്തെ അവതരിപ്പിക്കാനും സാധിക്കുമ്പോൾ നമ്മൾ സാക്ഷികളാകുന്നു. സ്വാഭാവികമായി ജീവിതം സാക്ഷ്യമായി പരിണമിക്കും. സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന മഹനീയ വിളിയാണ് ഈശോയുടെ ജനനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ആയിരിക്കുന്നതിനെല്ലാം സത്തയുണ്ട്. സത്ത സത്യമാണ്. ആയിരിക്കുന്നതെല്ലാം സത്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, സത്യത്തിൽ നിലനിൽക്കുന്നു. സത്യം സത്തയുടെ ആധാരം. വഴിയും സത്യവും ജീവനുമായ ഈശോയെ കണ്ട് കേട്ട് തൊട്ടറിഞ്ഞ് അവന് സാക്ഷ്യം നൽകുക പിറവിത്തിരുന്നാളിൻ്റെ ആന്തരികതയും ആത്മീയതയും. സത്യത്തിന് സാക്ഷ്യം വഹിച്ച് സത്യമായ ഈശോയായി തീരാൻ, ഈശോയിലേക്ക് രൂപാന്തരപ്പെടാൻ ക്രിസ്മസ് നമ്മെ വിളിക്കുന്നു. ശിശുസഹജമായ നൈർമല്യം ചിന്തയിലും ചൊല്ലിലും ചെയ്തിയിലും നിറവേറ്റുമ്പോൾ സ്വർഗം തുറക്കപ്പെടും, സൗഭാഗ്യം സംജാതമാകും. പിറവിത്തിരുനാളിൽ ശബ്ദം ശരീരമായതുപോലെ ഇന്ന് ശരീരം ശബ്ദമാകണം, സത്യത്തിന് സാക്ഷിയാകണം. വാക്കും പ്രവൃത്തിയും സംഗമിക്കും, ഒന്നാകും. ശരീരം ശബ്ദമാകുമ്പോൾ സാക്ഷ്യം സ്വാഭാവികം. മൗനത്തിലും വചനത്തിലും സംവേദനം സംഭവ്യമാകുന്നു. കാണുന്നതിനെയും കാണുന്നവരെയും വേർതിരിവില്ലാതെ സമഭാവനയോടെ അംഗീകരിക്കാനും ആദരിക്കാനും അവരുടെ നന്മയ്ക്കായി നമ്മെ തന്നെ അർപ്പിക്കാനും കഴിയുമ്പോൾ സത്യത്തിൻ്റെ സാക്ഷ്യമാകും. ജീവന്റെ സത്യവൃക്ഷം പുഷ്പിക്കും. സത്യമായ ഈശോ സ്തുതിക്കപ്പെടും. പിറവിയുടെ രാവിൽ മാറ്റൊലികൊണ്ട മാലാഖയുടെ സ്തുതിഗീതം ദൈവിക രക്ഷാപദ്ധതിയുടെ മഹനീയ സാക്ഷ്യവും രക്ഷാകര മാർഗവുമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനവും മാനവർക്ക് പ്രത്യാശയും. സ്തുതിഗീതം സാക്ഷ്യജീവിതത്തിൻ്റെ ത്രിവിധ മേഖലകളെ രേഖപ്പെടുത്തുന്നു. അനുദിനം
ദൈവത്തിനും സൃഷ്ടികൾക്കും മനുഷ്യർക്കും അർപ്പിക്കുന്ന ആദരവ് പ്രകടിപ്പിക്കുക, സത്യത്തോട് കൂറു പുലർത്തുകയാണ്. ദൈവത്തിന് സ്തുതിയുടെ സാക്ഷ്യവും സൃഷ്ടികൾക്ക് സമാധാനത്തിൻ്റെ സാക്ഷ്യവും മാനവർക്ക് പ്രത്യാശയുടെ സാക്ഷ്യവും വഹിക്കുക സത്യത്തിന് നിരക്കുന്നതാണ്, രക്ഷയ്ക്ക് നിദാനമാണ്. പ്രകൃതിയുടെ മടിയിൽ മാനവർക്ക് പ്രത്യാശയുടെ സുവിശേഷമായി അവതരിച്ച പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയെ പ്രതി ദൈവത്തെ സ്തുതിച്ചും പ്രകൃതിയിലെ സകലത്തെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും സൗഹൃദത്തിൻ്റെയും തലങ്ങളിൽ വളർത്തിക്കൊണ്ടും എല്ലാവർക്കും പ്രതീക്ഷയുടെ സാക്ഷ്യം നൽകുമ്പോൾ നമ്മൾ സാക്ഷികളും സാക്ഷ്യങ്ങളുമായി ഭവിക്കും. രക്ഷയുടെ നീർച്ചാലുകൾ പ്രവഹിക്കും. സത്യാനന്തര യുഗത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴും സത്യത്തെ, അതായത് ആയിരിക്കുന്നവരെ നമസ്കരിക്കുക തിരുപ്പിറവിയുടെ സന്ദേശമാണ്. മൂന്നാമതായി സന്തോഷം. യഥാ സാക്ഷ്യം തഥാ സന്തോഷം. സാക്ഷ്യത്തിനനുസൃതമായി സന്തോഷം നമ്മിൽ ഉദയം ചെയ്യും. തിരുക്കുമാരൻ്റെ പിറവിയുടെ സന്ദേശം, സന്തോഷം ഇന്നത്തെ സുവിശേഷത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ ഈശോയുടെ ജനനം എല്ലാവർക്കും സന്തോഷം നൽകുന്നു. തിരുക്കുടുംബം സന്തോഷിക്കുന്നു. ക്ലേശങ്ങളിലൂടെ കടന്നുപോയി ആനന്ദചിത്തരാകുന്ന മാതാവായ മറിയവും യൗസേ പിതാവും ഉണ്ണീശോയും ഈശോയുടെ ജന്മമറിയിക്കുന്ന മാലാഖമാർ സന്തോഷഭരിതരാണ്. ദേവദൂതൻ വിളിച്ചോതുന്നതും മംഗളവാർത്തയാണ്. ഇതാ സർവജനത്തിനും വേണ്ടിയുള്ള സന്തോഷവാർത്ത ഞാൻ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്കൊരു രക്ഷകൻ, കർത്താവായ മിശിഹ പിറന്നിരിക്കുന്നു. ആട്ടിടയർ മറിയത്തെയും യൗസേ പിതാവിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണിയെയും കണ്ടു. അവർ അത്ഭുതപ്പെട്ടു, ആനന്ദിച്ചു. സന്തോഷാധിക്യത്താൽ കണ്ടതും കേട്ടതും അവർ പ്രസിദ്ധപ്പെടുത്തി. സകല കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈശോയുടെ തിരുപ്പിറവി സന്തോഷത്തിൻ്റെ ഉത്സവം. ഉത്സവങ്ങൾ കാണാനും കേൾക്കാനും ആസ്വദിക്കുവാനുമുള്ള വലിയൊരവസരമാണല്ലോ. ഇന്നും എന്നും കണ്ണു നിറയെ എല്ലാവരിലും, പ്രത്യേകിച്ച് പതിതരിലും പാവപ്പെട്ടവരിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും പ്രായമായവരിലും നിരാലംബരിലും കരയുന്നവരിലും ചിരിക്കുന്നവരിലും ദുഃഖിതരിലും വിജയികളിലും പരാജിതരിലും ഈശോയെ കണ്ണുകൾ കൊണ്ട് കാണാനും കാതുകൾ കൊണ്ട് കേൾക്കാനും കൈനിറയെ ഉൾക്കൊള്ളുവാനുമുള്ള മനോഹര മുഹൂർത്തം. അത്ഭുതങ്ങൾ കാണാനും സ്തുതികൾ കേൾക്കാനും അനുഗ്രഹദർശനം കൊടുക്കുവാനും അങ്ങനെ സത്യദർശനത്തിലൂടെ ഉല്ലാസഭരിതരായി ലഭിക്കുന്ന അനുഗ്രഹീത അവസരമാണ് തിരുപ്പിറവി. ഈശോയിൽ പ്രിയ സ്നേഹിതരെ, ഈശോയുടെ തിരുപ്പിറവി നമുക്ക് സത്യത്തെ ആശ്ലേഷിക്കുവാനുള്ള ആഘോഷമാക്കാം. ചാവറ പിതാവിൻ്റെ ഈരടികൾ കാരുണ്യനാഥനാം ദൈവകുമാരൻ്റെ ആരുണ്യശോഭയെ കാണാകേണം നമുക്ക് മാർഗദീപമാകട്ടെ. അതുവഴി നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും ഈശോയുടെ സമാധാനം സംജാതമാകട്ടെ. കണ്ടതും കേട്ടതും തൊട്ടതുമായ സത്യത്തിന് രക്ഷകനായ ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ പ്രതിജ്ഞാബദ്ധരാകാം. ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സമൃദ്ധിയും സമാധാനവും മനുഷ്യർക്ക് പ്രത്യാശയും കൈവരട്ടെ. സത്യത്തിന് സാക്ഷ്യം നൽകി സന്തോഷത്തിൻ്റെ ജീവിതം ഉത്സവമാകട്ടെ. എല്ലാവരും സത്യത്തിൻ്റെ ആനന്ദത്തിൽ ദൈവമക്കളുടെ ആഹ്ലാദത്തിലേക്ക് പ്രവേശിക്കട്ടെ. തിരുപ്പിറവിയുടെ ഉത്സവം കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ പിറവിയുടെ സംസ്കാരത്തിന് കാരണമാകട്ടെ. കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ സംഭവമാകട്ടെ. തിരുപ്പിറവിയുടെ സത്യം സാക്ഷ്യമായി സന്തോഷമായി വിടരട്ടെ. സൗരഭ്യവും സൗന്ദര്യവും സമാധാനവും പകരട്ടെ. പിറവിത്തിരുനാളിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളാശംസകൾ എല്ലാവർക്കും നേരുന്നു.